വെൽക്കം ടു മൂവി ബ്രാൻഡ്. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9 നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. 7 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുൻപാണ് തങ്ങൾ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ്. അടുത്ത കാലത്തായി പൊതുവിടങ്ങളിൽ നയൻതാരയെ കാണാറുണ്ട്. സിനിമ കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുഖം തരാത്ത ആളായിരുന്നു മുൻപ് നയൻതാര. അടുത്തിടെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് നടി തുടങ്ങിയതും. ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ചു നാളുകളായി നയൻതാര നടത്തിയ ക്ഷേത്ര ദർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിഘ്നേഷും നയൻതാരയും കടുത്ത ഭക്തരാണ്. ക്ഷേത്ര ദർശനങ്ങൾക്ക് ഇവർ ഒരുമിച്ചാണ് എത്താറ്. നയൻതാരയുടെ ക്ഷേത്ര ദർശനങ്ങളും പൂജകളും കൂടിയതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം നടിയുടെ ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ട്. ഇത് കാരണമാണ് പൂജകൾ നടത്തുന്നത്. ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്ന നയൻതാര വർഷങ്ങൾക്ക് മുൻപേ മതം മാറിയതാണ്. നയൻതാരയുടെ ഭക്തിയെക്കുറിച്ച് സഹപ്രവർത്തകർക്കും അറിയാം. മൂക്കുത്തി അമ്മൻ എന്ന സിനിമ ചെയ്യുമ്പോൾ നയൻതാര ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയതിനെക്കുറിച്ച് നടി ഉർവശി സംസാരിച്ചിട്ടുണ്ട്. മുൻപ് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തതിനാൽ സിനിമയിൽ ദേവിയുടെ വേഷം ചെയ്യുമ്പോൾ പ്രേക്ഷകർ എന്ത് പറയുമെന്ന ആശങ്ക തോന്നിയതിനാലാണ് നയൻതാര അന്ന് ക്ഷേത്രങ്ങളിൽ പോയത്. മൂക്കുത്തി അമ്മന്റെ ഷൂട്ടിങ്ങിന് മുൻപേ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കാനും നയൻതാര തയ്യാറായി. എന്നാൽ കരിയറിൽ മോശം സമയമാണ് നയൻതാരയ്ക്കിന്ന്. സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെടുന്നു. ജവാൻ ഒഴിച്ചു നിർത്തിയാൽ അടുത്ത കാലത്തൊന്നും താരത്തിന് ഒരു ഹിറ്റ് സിനിമ ലഭിച്ചിട്ടില്ല. ജവാനിൽ താരത്തിന് പ്രാധാന്യമുള്ള വേഷവും ആയിരുന്നില്ല. ഒരേ തരത്തിലുള്ള സിനിമകൾ തന്നെ ചെയ്യുന്നതാണ് നടിക്ക് വിനയാകുന്നത്. ഹൊറർ ത്രില്ലർ സിനിമകളാണ് നടി അടുത്ത കാലത്ത് ചെയ്തതിൽ ഭൂരിഭാഗവും. മലയാളത്തിൽ ഗോൾഡാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഈ ചിത്രവും പരാജയപ്പെട്ടു. നിവിൻ പോളിക്കൊപ്പം അഭിനയിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ സിനിമകൾക്കൊപ്പം നായിക കേന്ദ്രീകൃത സിനിമകളും നടി ഇന്ന് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഹിറ്റ് ചിത്രം താരത്തിന് ഇന്ന് അനിവാര്യമായിരിക്കുകയാണ്. വൻ വിജയ ചിത്രങ്ങളുമായി നയൻതാര ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വിവാഹശേഷം കുടുംബത്തിനാണ് നയൻതാര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മക്കൾ കൂടി വന്നതോടെ അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനാലാണ് നയൻതാര സന്തോഷം കണ്ടെത്തുന്നത്. അതിനാൽ സിനിമകളുടെ കാര്യത്തിൽ പോലും നയൻതാര സെലക്റ്റീവാണ്. മക്കളുടെ കാര്യങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കാതെ പറ്റുന്നതെല്ലാം ചെയ്യാൻ നയൻതാര ശ്രമിക്കാറുണ്ട്. കൂടാതെ എവിടെ യാത്ര പോയാലും മക്കളെയും ഒപ്പം കൂട്ടും. വിഘ്നേഷ് ശിവനും അതുപോലെ തന്നെയാണ്. മക്കൾ പിറക്കുന്നതിന് മുൻപുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നത് പോലും ഇല്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിഘ്നേഷ് ശിവൻ പറഞ്ഞത്. കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ വളരുമെന്നതിനാലാണ് ഈ സമയം നയൻസും വിക്കിയും കഴിവതും അവർക്കൊപ്പം തന്നെ ചിലവഴിക്കുന്നത്.